നമസ്കാരം. നമ്മളുടെ അടുത്ത സുഹൃത്തുക്കളൊക്കെ പലപ്പോഴും നമ്മുടെ അടുത്ത് സംസാരിക്കുന്നതും നമ്മളെ വിളിച്ച് കാര്യങ്ങൾ തിരക്കുന്നതും നമ്മുടെ വീട്ടിലെ വിഷയങ്ങളൊക്കെ അവരുടെ വീട്ടിലെ വിഷയങ്ങൾ പോലെ തന്നെ സംസാരിക്കുന്ന എപ്പോഴും നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ് എന്ന് കരുതരുത്. ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് ചതിച്ച ഒരു സ്ത്രീയുടെ ഒരു സംഭവമാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഈ ലേഡി എന്നെ കുറേ നാൾക്ക് മുമ്പ് വിളിച്ച് സംസാരിച്ചൊരു വ്യക്തിയാണ്. ഇവർ നാട്ടിൽ സെറ്റിൽഡാണ്. ഇവരുടെ മക്കൾ എനിക്കൊന്ന് എല്ലാവരും പുറത്താണ്, വിദേശ രാജ്യത്തെവിടെയൊക്കെയാണ്. അപ്പോൾ ഇവർ വിളിക്കുമ്പോൾ മുഴുവൻ പറഞ്ഞാൽ മക്കൾ സ്നേഹിക്കുന്നില്ല, മരുമക്കൾ കരുതുന്നില്ല, അവർക്ക് അവരുടെ കാര്യങ്ങളേ ഉള്ളൂ, അപ്പനെ അമ്മയെ നോക്കാൻ താല്പര്യമില്ല, അങ്ങനെ ഇങ്ങനെ എപ്പോഴും പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു രീതി ആയതുകൊണ്ട് ഞാനും അതൊക്കെ അപ്പോൾ എന്നോട് പറഞ്ഞു എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ, എന്താണ് ഇതിന് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ കുറേ പ്രാവശ്യം എന്നോട് സംസാരിച്ചു. അപ്പോൾ ഇവരുടെ സംസാരത്തിനകത്ത് പ്രധാനമായിട്ട് വരുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ മരുമകളെ പറ്റിയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. മരുമകൾ എന്താ പറയുക, ഭയങ്കര ദൂർത്ത് ജീവിക്കുകയാണ്, അല്ലെങ്കിൽ മരുമക്കൾക്ക് ഒരുപാട് ഡ്രസ്സുണ്ട്, ഇങ്ങനെ ഡ്രസ്സ് മാറ്റി മാറ്റി എപ്പോഴും ഇടും. അവർ ഡ്രസ്സ് വളരെയധികം ലാവിഷായിട്ട് മേടിക്കുന്നുണ്ട്, ലക്ഷറി ലൈഫാണ്. അവരവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, അങ്ങനെ അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, ആ സാധനം മേടിച്ചു, ഈ സാധനം മേടിച്ചു, അത് ചെയ്യുന്ന കണ്ടില്ല. അപ്പോൾ അങ്ങനെ എപ്പോഴും ഇങ്ങനെ മരുമകളെ പറ്റി മകൻ്റെ കുറേ കാര്യങ്ങളൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇതിൽ ചില കാര്യങ്ങൾ ഇവർ നേരിട്ട് കണ്ടുപോലെയാണ് സംസാരിക്കുക. ഇപ്പോൾ ഞാൻ ചോദിച്ചു, മേഡം ഇതുപോലെ ഗൾഫിലാണ് അവരോട്? അല്ലല്ല, ഞാനും ഹസ്ബൻഡും നാട്ടിലാണ്, മക്കളാണ് ഗൾഫിൽ. ഇപ്പം ഞാൻ ചോദിച്ചു, എങ്ങനെ ഈ മക്കൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ അറിയുന്നു? അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ മക്കളും ഇതേപോലെ തന്നെ ഇവർ താമസിക്കുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞുള്ള വിവരമാണ് ഇവർക്ക് ഉള്ളത്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് അവർ നിങ്ങളുടെ അടുത്ത് ഇതിനെ പറ്റിയൊക്കെ പറയുന്നത്? നിങ്ങളായിട്ട് അങ്ങോട്ട് പറയുന്നതാണോ? അല്ലല്ല, അവർ വിളിക്കുമ്പം പറയുന്നതാണ്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ആ പുള്ളിക്കാരോട് ചോദിച്ചു, മേഡം ഞാൻ ഡൗട്ട് ചോദിച്ചോട്ടെ, എങ്ങനെയാണ് ഇവരുമായിട്ടുള്ള ബന്ധം? അപ്പം പറഞ്ഞു ഇങ്ങനെയൊക്കെ അറിയാം എന്നൊക്കെ. ഞാൻ പറഞ്ഞു, ഉറപ്പായിട്ടും ഇത് ഇവരുടെ ഭാഗത്ത് എന്തോ പ്രശ്നമുണ്ട്, നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡിൻ്റെ ഭാഗത്ത് എന്തോ ഒരു കുഴപ്പമുണ്ട്, ഇവരിത് മനഃപൂർവ്വം നിങ്ങളുടെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അപ്പം പുള്ളിക്കാർ പറഞ്ഞു, അല്ല, അങ്ങനെയൊന്നുമല്ല, ഒരിക്കലും അവരങ്ങനെ ചെയ്യുന്ന ആളല്ല, എനിക്കറിയാം. അപ്പോൾ ഞാൻ ചോദിച്ചു, അവരുടെ ലൈഫ് എങ്ങനെയുണ്ട്? അപ്പോൾ അവർ ഹസ്ബൻഡുമായിട്ട് ഭയങ്കര പ്രശ്നമാണ്, മക്കളുമായിട്ടെല്ലാം വളരെ പ്രശ്നമാണ്. അപ്പോൾ പുള്ളിക്കാരി ആശ്വാസത്തിനായിട്ട് ഇവരെ വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു, മേഡം ഉറപ്പായിട്ടും എൻ്റെ ഒരു അസംഷനിൽ ഇവർ ഇത് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുകയാണ്. കാരണം അവരുടെ വീട്ടിൽ ഇതൊരു സൈക്കോളജിക്കലായിട്ടൊരു പ്രശ്നമാണ്. കാരണം അവരുടെ വീട്ടിൽ പ്രശ്നങ്ങളുണ്ട്, ഭർത്താവുമായിട്ട് പ്രശ്നം, മക്കളുമായിട്ട് പ്രശ്നം, ആരുമായിട്ട് ഒരു സഹകരണമില്ല, അവരാകപ്പാടെ വീർപ്പ് വിട്ടുകയാണ്. അപ്പം നിങ്ങളെ വിളിച്ച് അവിടെ ഏറ്റവും അടുത്ത സുഹൃത്തായ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ ലൈഫിൽ അവർക്ക് പ്രശ്നമുള്ള ഭാഗങ്ങൾക്ക് എല്ലായിടത്തും നിങ്ങൾ സ്മൂത്തായിട്ട് പോവുകയാണ്. അപ്പം നിങ്ങളെ കൂടെ അതിനകത്ത് വിളിച്ച് മാനസികമായി പ്രശ്നം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നതെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവർ പറഞ്ഞില്ല, ഒരിക്കലും ഇല്ല, കാരണം ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്, ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തതാണ്, ഞങ്ങൾ ഏകദേശം ഒരേ അടുത്തടുത്ത സ്ഥലത്താണ് കെട്ടിച്ചേക്കുന്നത്, വീടുകൾ തമ്മിൽ ഭയങ്കര സ്നേഹമാണ്, ഒരിക്കലും എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കകത്തും പുള്ളിക്കാരി ഇടപെടാറുണ്ട്, അവരുടെ വീട്ടിലെ കാര്യങ്ങൾക്കകത്തും ഇടപെടാറുണ്ട്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവർ സ്വന്തം മക്കളെ പോലെയൊക്കെ കരുതുന്നത് ഒരിക്കലും അല്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ ആയിരിക്കാം, ഇതിപ്പം മനഃപൂർവ്വമല്ല, അവരുടെ ഒരു മാനസികമായ അവരുടെ ഒരു പ്രശ്നമായിരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇനി അവർ വിളിക്കുമ്പോൾ ഇനി നിങ്ങളെ അവർ വിളിക്കുമ്പോൾ ഉറപ്പായിട്ട് ഇവരുടെ മക്കളുടെ പ്രശ്നങ്ങളൊക്കെ എടുത്തിടുമല്ലോ. അപ്പോൾ നിങ്ങൾ അതിനെപ്പറ്റി ശ്രദ്ധിക്കാതെ വേറൊരു സബ്ജക്റ്റിനെ സംസാരിക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പം ഇവരിത് വീണ്ടും ഇതേ സബ്ജക്റ്റ് എടുത്തിരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ ഇതാണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങളെ വിളിക്കുന്നത് ഈ പ്രശ്നങ്ങൾ പറയാൻ, മരുമോളുടെ പ്രശ്നമോ അല്ല മകൻ്റെ പ്രശ്നങ്ങളോ പറയാനായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഫോൺ വെച്ച ശേഷം ഏതാണ്ട് ഇടയ്ക്ക് തന്നെ പിന്നെ എപ്പോഴും എനിക്ക് മെസ്സേജ് അയച്ചു. പക്ഷെ ഞാൻ ഇച്ചിരി ജോലിയുടെ ചില ആവശ്യങ്ങൾ തിരക്കായത് കാരണം സംസാരിക്കാൻ പറ്റിയില്ല. ഏകദേശം ഒരു 1.5 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്രീ ആയ സമയത്ത് ഞങ്ങളത് സംസാരിക്കാനായിട്ട് പറ്റി. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവരെന്നെ വീണ്ടും വിളിച്ചു, ഈ സ്ത്രീ വിളിച്ചപ്പോൾ വീണ്ടും ഇങ്ങനെ മക്കളുടെ പ്രശ്നം എടുത്തിട്ടു. ഞാൻ വിഷയം മാറ്റി വേറെ രീതിയിലേക്ക് സംസാരിച്ചപ്പോൾ വീണ്ടും അവർ ഇതേ വിഷയത്തിനെ എടുത്തിട്ടു. അന്നത്തെ ഒരൊറ്റ ദിവസം തന്നെ 3-4 പ്രാവശ്യം ഞാൻ വിഷയം മാറ്റിപ്പോയിട്ടും ഈ പറയുന്ന കൂട്ടുകാരി എന്ന സ്ത്രീ വീണ്ടും റിപ്പീറ്റഡായിട്ട് ഇതേ വിഷയം എടുത്തിടുകയാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ പറയാറുണ്ടല്ലോ നിങ്ങൾ സൈക്കോളജി ഒന്നും പഠിച്ച വ്യക്തിയല്ല, പിന്നെ സത്യത്തിൽ നിങ്ങൾ സൈക്കോളജി പഠിച്ച വ്യക്തിയാണോ, എങ്ങനെ ഇവരുടെ മെൻറ്റാലിറ്റി മനസ്സിലായത്? ഞാൻ പറഞ്ഞു, ഇതിന് സൈക്കോളജി ഒന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പല ആൾക്കാർക്കും വരുന്നൊരു പ്രശ്നമാണ്. അതായത് ഇതൊരു മാനസികമായൊരു രോഗമാണ്. അതായത് നമ്മൾക്കുള്ള ഒരു പ്രശ്നം നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാൾക്കില്ല എന്ന് കാണുമ്പോൾ അവരോടൊരു ചെറിയ അസൂയയോ കുശുമ്പോ, അതിന് പ്രത്യേകിച്ച് പ്രായമോ പൊസിഷനോ ഒന്നുമല്ല, നല്ല റെപ്യൂട്ടഡ് പൊസിഷനിൽ ഇരുന്ന ആൾക്കാരൊക്കെ ഇവരെല്ലാവരും. പക്ഷെ ഇതൊന്നുമില്ല, അവർക്കുണ്ടാകുന്നൊരു മാനസിക പ്രശ്നത്തിൻ്റെ മേലുണ്ടാകുന്നൊരു കുഴപ്പമാണ്. അപ്പോൾ അത് സ്വന്തം കൂട്ടുകാരിക്ക്, ഏറ്റവും അടുത്ത കൂട്ടുകാരിക്ക് ഇല്ലയെന്ന് കാണുമ്പം, അവരുടെ പ്രശ്നം ഇല്ലയെന്ന് കാണുമ്പം
അവരിലേക്ക് ഇവർ അടിച്ചേൽപ്പിക്കും. അപ്പോൾ ഇവരിപ്പോൾ എന്താ വെച്ചാൽ ഇവരിങ്ങനെ പറയും, കണ്ടോ അവരത് ഇങ്ങനെയെന്ന് കാണുമ്പോൾ ഈ അമ്മ സ്വാഭാവികമായിട്ടും ഈ മക്കളോട് സംസാരിക്കുമ്പോൾ ഇത് പറയും. മക്കൾ ചിലപ്പോൾ തിരിച്ചു പറഞ്ഞിരിക്കും. അപ്പോൾ അത് വീണ്ടും അടുത്ത പ്രശ്നമാവും, വീണ്ടും ഇവരുടെ പ്രശ്നം കൂടും. അപ്പോൾ ഇത് വീണ്ടും ഇവരെ വിളിച്ച് ഇവരോട് പറയുമ്പോൾ ഇവർക്കിതൊരു ഇത് കേൾക്കുമ്പം പുറമേ വിഷമം കാണിക്കുകയും ഉള്ളിൽ ഭയങ്കര സന്തോഷം. കാരണം കണ്ടോ ഞാൻ മാത്രമല്ലടി നിൻ്റെ കുടുംബവും വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കാണുന്ന ഒരു ഇതിനെ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് പോകുന്ന സംഭവമാണ്. ഞാൻ പറഞ്ഞു, എന്നോട് അവർ പറഞ്ഞു ഞാനിനി അവരോടുള്ള കമ്മ്യൂണിക്കേഷൻ കുറയ്ക്കുക. ഞാൻ പറഞ്ഞു തെറ്റാണ്. കാരണം അവർ ശരിക്കും പറഞ്ഞാൽ അവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. നമ്മൾക്ക് പെട്ടെന്ന് തോന്നാം ഇത് ചിലപ്പോൾ അവർ അറിഞ്ഞുകൊണ്ട് ചെയ്തത്. അവരുടെ ഒരു മാനസികമായ ഒരു അവസ്ഥയാണ്. അവരുടെ ഇല്ലായ്മയിൽ നിന്ന് അവർ ഒറ്റപ്പെട്ടു പോയെന്ന് തോന്നുമ്പോൾ അവരതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വഴിയാണിത്. ചില ആൾക്കാർ ഇങ്ങനെ മാനസിക സമ്മർദ്ദം കൂടി ചിലപ്പോൾ മദ്യത്തിലേക്ക് അടിമയാവും, മയക്കുമരുന്നിലേക്ക് അടിമയാവും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിലേക്ക് അടിമയാവും. ഇങ്ങനത്തെ ചില ആൾക്കാർ ഇതിനൊക്കെ എല്ലാം ഡേഞ്ചറസ് ആയ സംഭവമാണ് ഇത്. കാരണം കുടുംബം കുളന്നുകൊണ്ടുമാണ്. കാരണം അവർക്ക് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല, എന്നാലും മറ്റൊരാളുടെ കുടുംബം നശിക്കുന്നതെന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷമാണ് അവർക്ക് കിട്ടുന്ന ലഹരി. ശരിക്കും പറഞ്ഞാൽ അവരെ ആ വഴിക്ക് വിടാതെ അവരെ സത്യം പറഞ്ഞാൽ കൂടെ ചേർത്ത് നിർത്താൻ ശ്രമിച്ചാൽ അവർ കുറേയൊക്കെ മാറണം. നോർമലി അവർക്ക് ഒരു ഇല്ലായ്മയിൽ നിന്നുണ്ടാകുന്ന ഒരു മാനസികമായ ഒരു പ്രശ്നമാണ് ഇതൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളുടെ കൂടെയുള്ള ആൾക്കാർ, നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന പല ആൾക്കാർ, നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണെന്ന് കരുതിയിരിക്കുന്ന ആൾക്കാർ പലരും നമ്മുടെ അടുത്ത് വന്ന് നമ്മളെ ആശ്വസിപ്പിക്കുകയും നമ്മളോട് പല കാര്യങ്ങളും പറയുമ്പം ശ്രദ്ധിച്ചോണം. നമ്മൾ സ്വയം ചിന്തിച്ചോണം, ഇവരെന്തിനാണ് നമ്മളോട് ഇത് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളെ അടുത്ത് ഇത് പറയുന്നതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുണ്ടോ, നമ്മുടെ കുടുംബം നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മുടെ കുടുംബം തകർക്കാനാണ് ഇവർ ശ്രമിക്കുന്നതെന്ന് നോക്കണം. ഇത് ഒരു ദിവസം മുമ്പ് ഒരു ദിവസം മനസ്സിലാക്കിയില്ലെങ്കിൽ നഷ്ടം പലപ്പോഴും നമുക്ക് തന്നെയായിരിക്കും. താങ്ക് യു.